നമസ്കാരം. ഇന്ന് നമ്മൾ മഴക്കാല രോഗങ്ങൾ, അതായത് മഴക്കാലത്ത് ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള മറ്റ് സാംക്രമികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആയുർവേദത്തിൻ്റെ പരിഹാരം, അതിനെക്കുറിച്ചിട്ടാണ് പ്രതിപാദിക്കുന്നത്. മഴക്കാലത്തിൻ്റെ തുടക്കം, അതായത് അത്യുഷ്ണമായിട്ടുള്ള കാലഘട്ടത്തിൽ നിന്നും മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വാതജമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അധികരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അതെന്താ വെച്ചെങ്കിൽ കൂടുതൽ ആർത്രൈറ്റിക്സ് ഡിസോർഡേഴ്സൊക്കെ കൂടുതലായിട്ട് പൊന്തി വരുന്ന ഒരു ഇതുണ്ട്. മേജർ സന്ധികളിൽ വേദന, അതായത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ആയാലും ഓസ്റ്റിയോയിഡ് ആർത്രൈറ്റിസ് ആയാലും ആമവാദം, സന്ധിവാദം എന്നീ കാറ്റഗറിയിൽ പെടുന്ന 2 തരം വാതജമായിട്ടുള്ള അസുഖങ്ങൾക്കും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ, സന്ധിവേദനയ്ക്ക് കൂടുതലായിട്ടുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ ദഹന സംബന്ധമായിട്ട് പാചനാഗ്നിക്ക് കുറച്ചൊരു വൈഷമ്യങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ധാരാളമായിട്ട് സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സ്, സ്കിന്നിനുണ്ടാവുന്ന പലതരം തകരാറുകൾ ഈ പറഞ്ഞ പോലെ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ കാണാവുന്നതാണ്. കുട്ടികൾക്കുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റി ഡിസോർഡേഴ്സ്, ഇതൊക്കെ ഈ മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ സന്ധി എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിന് കൂടുതൽ യോഗ്യമായിട്ടുള്ള ആയുർവേദ വിധി പ്രകാരമുള്ള ഔഷധങ്ങളും മറ്റ് ശാരീരികമായ ചികിത്സകളും, കിഴി, ധാര, ഈ പറഞ്ഞ പോലെ ഉള്ള തെറാപ്പീസ് കൂടുതലായിട്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദത്തിൽ നമ്മൾ മുഖ്യമായിട്ട് ചെയ്യാറില്ല. ഇത് വാതജമായിട്ടുള്ള അസുഖങ്ങൾക്ക്, സ്കിൻ ഡിസോർഡേഴ്സിന്, അതേപോലെ തന്നെ ഇമ്മ്യൂണിറ്റി തകരാറുകൾക്ക്, ഇതിനൊക്കെ നമുക്ക് തടയിടുക, പ്രതിരോധം വർദ്ധിപ്പിക്കുക. അതിനുപരി ആയുർവേദത്തിൽ ഈ മഴക്കാലത്ത് കൂടുതൽ പ്രതിരോധം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സകളും ഭക്ഷണക്രമങ്ങളും ഔഷധ ചര്യകളും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ വർഷത്തേക്ക് മുഴുവനുള്ള ഊർജം കിട്ടത്തക്ക വിധത്തിൽ, ഇമ്മ്യൂണിറ്റി, ശരീരത്തിൻ്റെ ഊർജ്ജം എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി കിട്ടത്തക്ക വിധത്തിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളാണ് പാരമ്പര്യമായിട്ടും ശാസ്ത്രീയമായിട്ടും ആയുർവേദത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്.